ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നാവിൽ കൊതിയൂറുന്ന ടേസ്റ്റിലുള്ള ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയുമായാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് തയ്യാറാക്കാനായി 100 ഗ്രാം ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഫില്ലിങ്ങിനായി നമുക്ക് കുറച്ച് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കാനായി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ രൂപത്തിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഇതുണ്ടാക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ കുറച്ച് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫില്ലിംഗ് ചെയ്യാനുള്ളത് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കരിവേപ്പിൻ്റെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായി 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതുണ്ടാക്കാനായി 2 ഫ്രൈ പാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതേപോലെ വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ ഈ ദോശ മുക്കി ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. എല്ലാ ലെയറും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണം.
എല്ലാ ലെയറും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ബാക്കി വന്ന മാവ് ഇതിന്റെ മേലെ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ സ്വാദിഷ്ടമായ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.